LDF സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം വളരെ ആവേശപൂർവ്വമാണ് ജനങ്ങളാകെ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സമാദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ചും സർവ്വതല സ്പർശിയായ വികസനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിരകാലാഭിലാഷമായ ഒട്ടേറെ കാര്യങ്ങൾ വയനാടിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട് മെഡിക്കൽ കോളേജ് എന്നത് ദീർഘകാലത്തെ ഒരു ആവശ്യമായിരുന്നു വയനാടിനെ സംബന്ധിച്ച്. അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതിൻ്റെ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വയനാടിൻ്റെ കായിക മേഖലയുടെ വികസനത്തെ സംബന്ധിച്ചുള്ള വലിയ ആവശ്യങ്ങൾ നേരത്തെ എത്രയോ വർഷങ്ങളായി ഉയരുന്നതായിരുന്നു. അതിപ്പം സ്റ്റേഡിയം ഉൾപ്പെടെ നിർമ്മാണം പൂർത്തീകരിച്ച് അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പേരാണ് കായിക താരങ്ങൾ സ്റ്റേഡിയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ മേഖല എടുത്താലും ഇതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന നിലയിൽ റോഡിൻ്റെയും പാലത്തിൻ്റെയും എല്ലാം വികസനങ്ങൾ വലിയ രൂപത്തിൽ നടക്കുന്നു. മലയോര ഹൈവേയുടെ വികസനം നടക്കുന്നു. അതോടൊപ്പം ബദൽ പാതയുടെയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തുരങ്കപാത. ആ തുരങ്കപാതയ്ക്ക് അനുമതി കിട്ടി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. റോപ്പ് വേ ഉൾപ്പെടെയുള്ള ടൂറിസം സാധ്യതകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഗതാഗത മാർഗങ്ങളെല്ലാം മറ്റു തരത്തിലും ഗവൺമെൻറ് അനുമതി ഇപ്പോൾ കൊടുക്കുന്നു. അങ്ങനെ എണ്ണി പറയാൻ കഴിയുന്ന ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു. അതോടൊപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് ആകെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വയനാട്ടിലെ ജനങ്ങൾക്കും, അതായത് ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ വീടുകളുടെ നിർമ്മാണമായാലും അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ ഗുണഫലങ്ങൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിലാണ് ഇത്തരം കാര്യങ്ങളിൽ LDF സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ. പക്ഷേ മറ്റൊരു കാര്യം, ഒരു ഭാഗത്ത് ദുരന്ത ഭൂമിയാണ് വയനാട്. ടൗൺഷിപ്പുമായുള്ള പ്രവർത്തനങ്ങൾ, അവരെ അതിജീവിപ്പിക്കാൻ ടൗൺഷിപ്പുമായുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം മുന്നോട്ട് വന്നിട്ടുള്ളത്. എൽസ്റ്റൺ എസ്റ്റേറ്റ് മുതലാളിമാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അത് രണ്ട് തരത്തിലാണ്. അതായത് ഹൈക്കോടതിയിൽ അവർ പോകുന്നത് ഭൂമിക്ക് വില ആവശ്യപ്പെട്ടുകൊണ്ടാണ്, തുക, അതായത് നഷ്ടപരിഹാരം എന്നുള്ള തുക ആവശ്യപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ അവർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യത്തിനാണ്. അതായത് ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇതിൽ എന്തെങ്കിലും ഒരു തുരങ്കം വെക്കാനുള്ള, ടൗൺഷിപ്പിന് തുരങ്കം വെക്കാനുള്ള ഒരു പ്രവർത്തനം അതിന്റെ പിന്നിലുണ്ടോ എന്നുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നത് ഈ ദുരന്ത ബാധിതരോടുള്ള ശത്രുതാപരമായ സമീപനമാണ്. ദുരന്ത ബാധിതർക്ക് വേണ്ടിയാണ് ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചത്. നിരവധിയായ തവണ കോടതിയെ സമീപിച്ചുകൊണ്ട് ഓരോ ഘട്ടത്തിലും വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തെ തടയാനാണ് മാനേജ്മെൻറ്റ് ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പണവുമായി ബന്ധപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടു. ഗവൺമെൻറ് നിയമാനുസൃതം കൊടുക്കാൻ കഴിയുന്ന പണം കെട്ടിവെക്കാൻ വേണ്ടി തയ്യാറായി. പിന്നീട് അധിക തുക ആവശ്യപ്പെട്ടു. ആ ഘട്ടത്തിൽ കോടതി പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു. ഉദ്ഘാടനം, ടൗൺഷിപ്പിൻ്റെ തറക്കല്ലിടൽ ഘട്ടത്തിൽ തറക്കല്ലിടുന്നതിന് വേണ്ടി പോലും അവിടെ സ്ഥലം അനുവദിക്കരുത് എന്ന നിലപാടും മാനേജ്മെൻറ്റ് സ്വീകരിച്ചു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇത് മൊത്തത്തിൽ തടയണമെന്നാണ്. അന്ന് ചില തൊഴിലാളികളെ അവിടെ വന്നിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ റഫീഖ് അടക്കം മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളതാണ്. അതെ, ഞാൻ അതാണ് സൂചിപ്പിച്ചത്. നമ്മൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇത് അനുമതി കൊടുക്കരുത് എന്ന രൂപത്തിൽ വന്നിരിക്കുന്നു. പക്ഷെ നമ്മൾ കാണേണ്ടത് ഗവൺമെൻറ് ഇതിൽ ശരിയായ നിലപാടാണ് സ്വീകരിച്ചത് എന്നതുകൊണ്ടാണ് എല്ലാ കോടതിയും, ഹൈക്കോടതി ആവട്ടെ, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാവട്ടെ, സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചാവട്ടെ, എല്ലാ കോടതിയിലും പരമോന്നത നീതിപീഠത്തിൽ ഉൾപ്പെടെ ഗവൺമെൻറ്റിന് അനുകൂലമായി വിധി വന്നത് ഇതിൽ വസ്തുതാപരമായി കാര്യങ്ങൾ ചെയ്യുകയും ജനങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് ഗവൺമെൻറ്റാണ് എന്നതുകൊണ്ടാണ്. ഇവിടെ തൊഴിലാളികളുടെ പ്രശ്നം പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്, യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. തൊഴിലാളികളുടെ പ്രശ്നത്തിൽ വർഷങ്ങളായി 2014 മുതൽ മാനേജ്മെൻറ്റ് കൊടുക്കാനുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ മാനേജ്മെൻറ്റ് കൊടുക്കാനുള്ള കുടിശ്ശിക തുക വർഷങ്ങളായിട്ട് അവിടെ കൊടുക്കാതിരിക്കുകയാണ്. മാനേജ്മെൻറ്റ് തൊഴിലാളി വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയാണ്. ആ ഘട്ടത്തിലെല്ലാം സമരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ സർക്കാർ കോടതിയിൽ മാനേജ്മെൻറ്റിന് വേണ്ടി പണം കെട്ടിവെക്കുന്നുണ്ടല്ലോ കോടതിയുടെ നിർദ്ദേശപ്രകാരം. ആ തുകയിൽ നിന്ന് സ്വാഭാവികമായിട്ടും തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരവും നേരത്തെ കൊടുക്കാനുള്ള കുടിശ്ശികയും കൊടുത്തു തീർക്കണമെന്ന് തന്നെയാണ് നിലപാട്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CPM ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് മുൻകൂട്ടി തന്നെ ഇക്കാര്യം നിലപാട് സ്വീകരിച്ചു എന്നതാണ് നമ്മളതിൽ കാണേണ്ടത്. അവിടെ ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. 11 കോടി രൂപയുടെ പിന്നെ തൊഴിലാളികൾക്ക് കൊടുക്കാനുണ്ട്. അത് ഈ തുകയിൽ നിന്ന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് അഫിഡവിറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനിയും തൊഴിലാളികൾക്ക് ആവശ്യമായ അവർ ഉന്നയിക്കുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് കോടതിയുടെ ശ്രദ്ധയിൽ, കോടതിയിൽ കിടക്കുന്ന വിഷയമാണ്. മുതലാളിമാരുടെ ഈ ഒരു നീക്കം, അതിന്റെ പിന്നിൽ ഈ ഒരു ടൗൺഷിപ്പിന് വൈകിപ്പിക്കാനുള്ള നീക്കമാണോ, അതോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ടോ? അല്ല, അതെല്ലാം പരിശോധിക്കേണ്ട കാര്യമാണ്. ഇവിടെ മാനേജ്മെന്റ് ഈ നിലയിൽ നിലപാട് സ്വീകരിക്കുന്നത്
ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഏതായാലും അവർ ആ നിലയിൽ സ്വീകരിക്കുന്ന ടൗൺഷിപ്പ് തടയാൻ വേണ്ടിയാണ്. അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഒരു അനുഭവം, കേന്ദ്ര ഗവൺമെൻറ് ഒരു നയാ പൈസ പോലും തരാതെയാണ് ദുരന്തബാധിതരുടെ ശത്രുതാപരമായി പെരുമാറിയത്. ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ ദ്രുതഗതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു നയാ പൈസ പോലും ഇതുവരെ നൽകിയിട്ടില്ല എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് വയനാടിൻ്റെ എംപിമാർക്ക് 1 കോടി രൂപ വരെ MP ഫണ്ടിൽ നിന്നും നീക്കിവെക്കാൻ സാധിക്കുമെന്നിരിക്കെ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ എംപിമാരെല്ലാം ആ നിലയിൽ നീക്കി വെച്ചപ്പോൾ ഈ വയനാടിൻ്റെ MP ഒരു നയാ പൈസ പോലും നീക്കി വെച്ചിട്ടില്ല. അപ്പം UDFൻ്റെ ചില നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടും കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടും വയനാട് MP സ്വീകരിക്കുന്ന നിലപാടുമൊക്കെ ഈ ദുരന്തബാധിതർക്കെതിരാണ്. അതേപോലെ തന്നെയാണ് മാനേജ്മെൻറ്റും സ്വീകരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് തയ്യാറാവേണ്ടത്. കേരളത്തിൻ്റെ സമാദരണീയനായ മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ വന്നാലും ദുരന്തബാധിതരെ കൈവിടാതെ അവർക്ക് ലോകോത്തരമായ ടൗൺഷിപ്പ് നിർമ്മിച്ച് നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്നത് ആവേശകരമാണ്. ആ ആവേശം കൂടെ ഈ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്കാകെയുണ്ട്, LDF-നുമുണ്ട്. ഇന്ന് വൈകുന്നേരം പൊതുയോഗം ഇവിടെ 4 മണിക്ക് മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് നടത്തും. വലിയ ജനകീയ മുന്നേറ്റമായി മാറുന്ന നിലയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വയനാടിനെ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ഒരു ആഹ്ലാദവും പങ്കിടുന്ന രൂപത്തിലുള്ള വലിയ ആവേശകരമായ റാലിയായി ഇന്ന് വൈകുന്നേരത്തെ പരിപാടി മാറും.